ഹായ്. എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ മോട്ടിവേഷന്റെ പിന്നാലെ പോകുന്നത്? നിങ്ങൾക്കറിയോ, മോട്ടിവേഷന്റെ ആയുസ് എന്ന് പറയുന്നത് മാക്സിമം 2 ദിവസം, മിനിമം 2 മണിക്കൂർ, അതിന്റെ അപ്പുറത്തേക്ക് അത് നിൽക്കില്ല. അപ്പൊ ഈ മോട്ടിവേഷനും കേട്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, 2 ദിവസത്തിനപ്പുറം പോവില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ആഗ്രഹങ്ങളൊക്കെ ഇരിക്കട്ടെ, എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ അത് ക്ലിയർ വിഷനാക്കി മാറ്റണം. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിക്കണം നിങ്ങളുടെ മനസ്സിൽ. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടണം. റിസൾട്ട് സ്വാഭാവികമായും നിങ്ങളെ അന്വേഷിച്ചു വരും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന അലാറം കേട്ടിട്ടാണെങ്കിലും നിങ്ങളൊരു എന്താണ് ഈ ഡെയിലി ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഐഡിയയോട് കൂടി ആവണം എഴുന്നേൽക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകൾ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുക. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ നാളെയുള്ള നിങ്ങൾ, അതായത് ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് പറയണം, ഇന്ന് നിങ്ങൾ എടുത്ത തീരുമാനമുണ്ടല്ലോ അതാണ് എന്റെ നാളെയെ മനോഹരമാക്കിയതെന്ന്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് നിങ്ങളോട് ചെയ്ത കുറെ ദ്രോഹങ്ങളുണ്ട്, അതിനോടൊക്കെ നിങ്ങൾ മാപ്പ് കൊടുക്കുക. നിങ്ങളോട് തന്നെ ഫോർഗീവ്നെസ് നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതാണ്, ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ മാറിക്കിട്ടും. സോ ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലേ ഇപ്പൊ വരുത്തിയുള്ളൂ. ഈ ചെറിയ ചെറിയ ചേഞ്ചസ് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സോ ഇതുപോലുള്ള ടിപ്സിനായി എന്റെ ചാനൽ ഫോളോ ചെയ്യൂ. ഇറ്റ്സ് മീ നീതു, മൈൻഡ് പവർ ട്രെയിനർ. ബൈ.